ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കറണ്ട് അഫെയറിലെ കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2026 ജനുവരി 1 മുതൽ ഒരു 15 വരെയുള്ള ജനുവരി പകുതി വരെയുള്ള കുറച്ച് കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട സൈനിക നിയമനങ്ങൾ നമുക്ക് നോക്കാം. എയർ മാർഷൽ സീതേപ്പള്ളി ശ്രീനിവാസ്, ആ പേര് ഓർത്തിരിക്കുക, എയർ മാർഷൽ സീതേപ്പള്ളി ശ്രീനിവാസ് ഇന്ത്യൻ വ്യോമസേനയുടെ പരിശീലന കമാൻഡിൻ്റെ AOC ഇൻചാർജ് ആയി ജനുവരി 1 ചുമതലയേറ്റു. അപ്പോൾ 2026 ജനുവരി 1 ഇന്ത്യൻ വ്യോമസേനയുടെ പരിശീലന കമാൻഡിൻ്റെ എയർ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായി ചുമതലയേറ്റത് ആരാണ്? എയർ മാർഷൽ സീതേപ്പള്ളി ശ്രീനിവാസാണ്. 2026 ജനുവരി 1 ഇന്ത്യൻ വ്യോമസേനയുടെ പരിശീലന കമാൻഡിൻ്റെ എയർ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് AOC ഇൻ ചീഫ് ആയി ചുമതല ഏറ്റത് ആരാണ്? എയർ മാർഷൽ സീതേപ്പള്ളി ശ്രീനിവാസാണ്. പേര് ഓർത്തിരിക്കുക, എയർ മാർഷൽ സീതേപ്പള്ളി ശ്രീനിവാസ്. എയർ മാർഷൽ നാഗേഷ് കപൂർ, എയർ മാർഷൽ നാഗേഷ് കപൂർ ആരാണ് അദ്ദേഹം? വ്യോമസേന ഉപമേധാവിയായിട്ട് ജനുവരി 2 ചുമതലയേറ്റു. വ്യോമസേന ഉപമേധാവിയായിട്ട് ജനുവരി 2 അദ്ദേഹം ചുമതലയേറ്റു. ആര്? എയർ മാർഷൽ നാഗേഷ് കപൂർ. അപ്പോൾ വ്യോമസേന ഉപമേധാവി ആരാണ്? എയർ മാർഷൽ നാഗേഷ് കപൂർ ആണ്. ഓക്കെ. ഇനി ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ്റെ 29ാമത് ഡയറക്ടർ ജനറലായി ജനുവരി 4 ചുമതലയേറ്റു. ആര്? ലഫ്റ്റനന്റ് ജനറൽ ഹർപാൽ സിംഗ്. ലഫ്റ്റനന്റ് ജനറൽ ഹർപാൽ സിംഗ്. അപ്പം ജനുവരിയിൽ ഓർത്തിരിക്കേണ്ട 3 സൈനിക ഉദ്യോഗസ്ഥരുടെ പേരുകൾ ഏതൊക്കെയാണ്? എയർ മാർഷൽ സീതേപ്പള്ളി ശ്രീനിവാസ്, എയർ മാർഷൽ നാഗേഷ് കപൂർ, ലഫ്റ്റനന്റ് ജനറൽ ഹർപാൽ സിംഗ്. എയർ മാർഷൽ സീതേപ്പള്ളി ശ്രീനിവാസ് ആരായിരുന്നു? ഇന്ത്യൻ വ്യോമസേനയുടെ പരിശീലന കമാൻഡിൻ്റെ AOC ഇൻ ചാർജ്. ഓക്കെ. എന്താണ്? എയർ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചാർജ് ആണ് ആര്? എയർ മാർഷൽ സീതേപ്പള്ളി ശ്രീനിവാസ്. നാഗേഷ് കപൂർ ആരായിരുന്നു? വ്യോമസേന ഉപമേധാവിയായി ചുമതലയേറ്റ വ്യക്തിയാണ് ആര്? നാഗേഷ് കപൂർ, എയർ മാർഷൽ നാഗേഷ് കപൂർ. ഇനി ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ്റെ 29ാമത് ഡയറക്ടർ ജനറലായി ജനുവരി 4 ചുമതലയേറ്റ വ്യക്തിയാണ് ആര്? ലഫ്റ്റനന്റ് ജനറൽ ഹർപാൽ സിംഗ്. ലഫ്റ്റനന്റ് ജനറൽ ഹർപാൽ സിംഗ്. അന്താരാഷ്ട്ര നേട്ടങ്ങൾ, കുറച്ച് ചരിത്ര നേട്ടങ്ങൾ ഈ ഒരു ജനുവരിയിൽ നടന്നു, അത് നമുക്ക് നോക്കാം. സർക്കാർ തപാൽ സംവിധാനം നിർത്തലാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായി ഏത് മാറി? ഡെൻമാർക്ക് മാറി. ഓക്കെ. സർക്കാർ തപാൽ സംവിധാനം നിർത്തലാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായിട്ട് ഡെൻമാർക്ക് മാറി. നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ ലഭിക്കുന്ന ലോകത്തിലെ ആദ്യ പ്രാണിവർഗമാണ് ഏത്? ആമസോണിയൻ സ്റ്റിംഗ്ലെസ് ബീസ്. ആമസോൺ കാടുകളിലെ കൊമ്പില്ലാത്ത തേനീച്ചകൾ എന്ന് പറയാം. കൊമ്പില്ലാത്ത തേനീച്ചകളാണ് എന്ത്? നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ ലഭിക്കുന്ന ലോകത്തിലെ ആദ്യ പ്രാണിവർഗം. ഇനി യൂറോ കറൻസി സ്വീകരിക്കുന്ന 21ാമത് യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ് ഇത്? ബൾഗേറിയ. അപ്പം യൂറോ കറൻസി സ്വീകരിക്കുന്ന യൂറോപ്യൻ യൂണിയൻ്റെ ഔദ്യോഗിക കറൻസിയാണ് ഇത് യൂറോ കറൻസി എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്വീകരിക്കുന്ന 21ാമത് രാജ്യമാണ് ഇത്? ബൾഗേറിയ എന്ന് പറയുന്ന രാജ്യം. ഇനി സൊഹ്റാൻ മന്ദാനി, ആ പേരൊന്ന് ഓർത്തിരിക്കുക. ആരാണ് അദ്ദേഹം? ന്യൂയോർക്കിൻ്റെ 112ാം മേയറായ ആദ്യ മുസ്ലിം ഇന്ത്യൻ വംശജനാണ് ആര്? സൊഹ്റാൻ മന്ദാനി. ഓക്കെ. അപ്പോൾ ന്യൂയോർക്കിൻ്റെ 112ാം മേയറായ ആദ്യ മുസ്ലിം ഇന്ത്യൻ വംശജനാണ് ആര്? സൊഹ്റാൻ മന്ദാനി. അപ്പോൾ ആ പേരുകൾ ജസ്റ്റ് ഓർത്തിരിക്കുക. ഡെൻമാർക്ക്, ആമസോണിയൻ സ്റ്റിംഗ്ലെസ് ബീസ്, ബൾഗേറിയ, സൊഹ്റാൻ മന്ദാനി. ഡെൻമാർക്ക് എന്താണ്? സർക്കാർ തപാൽ സംവിധാനം നിർത്തലാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം. ആമസോണിയൻ സ്റ്റിംഗ്ലെസ് ബീസ് ആണ് ലോകത്തിന് ആദ്യമായി നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ ലഭിക്കുന്ന ആദ്യത്തെ പ്രാണിവർഗം. ബൾഗേറിയ എന്താണ് പ്രത്യേകത? യൂറോ കറൻസി സ്വീകരിക്കുന്ന 21ാമത് യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ് ഇത് ബൾഗേറിയ എന്ന് പറയുന്നത്. ഇനി സൊഹ്റാൻ മന്ദാനി, അദ്ദേഹം ആരാണ്? ന്യൂയോർക്ക്, അമേരിക്കയിലെ ന്യൂയോർക്കിൻ്റെ 112ാം മേയറായ ആദ്യ മുസ്ലിം ഇന്ത്യൻ വംശജനാണ് സൊഹ്റാൻ മന്ദാനി. ഇന്ത്യയിലെ പുതിയ സംരംഭങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. സ്ലീപ്പർ വന്ദേ ഭാരത്. വന്ദേ ഭാരത് ട്രെയിനുകൾ വന്നത് നമുക്കറിയാം. അതിൽ ആദ്യമായിട്ട് സ്ലീപ്പർ വന്ദേ ഭാരത് വരുന്നത് എവിടെയാണ്? രാജ്യത്തെ ആദ്യ സ്ലീപ്പർ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ വരുന്നത് നമ്മുടെ ആസാമിലെ ഗുവാഹട്ടിയും അതുപോലെ തന്നെ ബംഗാളിലെ ഹൗറയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് വരുന്നത്. സ്ലീപ്പറും ആഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വന്ദേ ഭാരതിനകത്ത്. ഓക്കെ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സ്ലീപ്പർ വന്ദേ ഭാരത് ഓടുന്നത് ഏതൊക്കെ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടാണ്? ആസാമിലെ ഗുവാഹട്ടിയും ബംഗാളിലെ ഹൗറയും. ഓക്കെ. ഇനി കടലാസ് രഹിത ജില്ല നോക്കാം. എന്താണ്? ഇന്ത്യയിലെ ആദ്യ പേപ്പർലെസ് ജുഡീഷ്യൽ ജില്ല. ഓക്കെ. അപ്പം ജുഡീഷ്യൽ കോടതിപരമായിട്ടുള്ള കാര്യങ്ങളിൽ എന്താണ് ഈ പേപ്പർ ഒഴിവാക്കിയ ആദ്യത്തെ ജില്ലയാണ് ഇത്? വയനാടെന്ന് പറയും. ഓക്കെ. അപ്പോൾ കൽപ്പറ്റ, വയനാടാണ് ഇന്ത്യയിലെ ആദ്യ പേപ്പർലെസ് ജുഡീഷ്യൽ ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ഓക്കെ. ഇനി AI ക്ലിനിക്ക്. ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഗവൺമെൻറ് AI ക്ലിനിക്ക് ആരംഭിക്കുന്നത് ഗ്രേറ്റർ നോയിഡയിലാണ്. ഓക്കെ. ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ജിംസ് എന്നാണ് അതിൻ്റെ പേര്. ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഗ്രേറ്റർ നോയിഡയിലാണ് ഇത് നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യ ഗവൺമെൻറ് AI ക്ലിനിക്ക് എവിടെയാണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്ലിനിക്ക് എവിടെയാണ് വരുന്നത്? ഗ്രേറ്റർ നോയിഡയിലാണ് വരുന്നത്. ഓക്കെ. ഇനി അർബൻ നൈറ്റ് സഫാരി.
അർബൻ മീൻസ് സിറ്റി. സിറ്റിയിലെ നൈറ്റ് സഫാരി ആദ്യമായിട്ട് ലക്നൌവിലാണ് വരുന്നത്. ലക്നൌവിൽ ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ നൈറ്റ് സഫാരി വരുന്നു. ലക്നൌവിൽ ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ നൈറ്റ് സഫാരി എവിടെയാണ് വരുന്നത്? ലക്നൌവിലാണ്. ഉത്തർപ്രദേശിലെ ലക്നൌവിലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പ്രമുഖ പുരസ്കാര ജേതാക്കളെ ഒന്ന് നോക്കാം. 2025 ഏഷ്യൻ ഗ്രൂപ്പ് ഓഫ് ലിറ്ററേച്ചർ ഏർപ്പെടുത്തിയ ഏഷ്യൻ പ്രൈസ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അഞ്ജന മേനോൻ എന്ന് പറയുന്ന റൈറ്റർക്കാണ്. റോസമ്മസ് ബോയി എന്ന് പറയുന്ന രചനയ്ക്കാണിത് കിട്ടിയത്. ഓർത്തിരിക്കുക. 2025 ഏഷ്യൻ ഗ്രൂപ്പ് ഓഫ് ലിറ്ററേച്ചർ ഏർപ്പെടുത്തിയ ചെറുകഥയ്ക്കുള്ള പുരസ്കാരമായിട്ടുള്ള 2025 ഏഷ്യൻ പ്രൈസ് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? അഞ്ജന മേനോനാണ് ലഭിച്ചത്. റോസമ്മസ് ബോയി എന്ന രചനയ്ക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ഇനി നെക്സ്റ്റ് മീര സിയാൽ, പേരോർത്തിരിക്കുക, മീര സിയാൽ. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ലഭിച്ചത്? ബ്രിട്ടനിലെ കിങ്സ് ന്യൂ ഇയർ ഓണേഴ്സ് ഡെയിംഹുഡ് പദവി ലഭിച്ച ഇന്ത്യൻ വംശജയാണ് ആര്? മീര സിയാൽ എന്ന് പറയുന്ന വനിത. ഓക്കെ, ബ്രിട്ടനിലെ കിങ്സ് ന്യൂ ഇയർ ഓണേഴ്സിൽ ഡെയിംഹുഡ് പദവി ഓർത്തിരിക്കുക, ഡെയിംഹുഡ് പദവി ലഭിച്ച ഇന്ത്യൻ വംശജയാണ് ആര്? മീര സിയാൽ. ഓക്കെ, ഇനി പ്രഥമ മലയാറ്റൂർ ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് ആര് അർഹയായി? അരുന്ധതി റോയി അർഹയായി എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ പെരുമ്പടവം ശ്രീധരൻ അധ്യക്ഷനായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത്. പെരുമ്പടവം ശ്രീധരൻ അധ്യക്ഷനായിട്ടുള്ള പ്രഥമ മലയാറ്റൂർ ഫൗണ്ടേഷൻ പുരസ്കാര ജേതാവ് ആരാണ്? അരുന്ധതി റോയിയാണ്. ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റങ്ങൾ നോക്കാം. ജനുവരി മാസത്തിലുണ്ടായത് സൂര്യപ്രകാശം ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ മെത്തനോൾ ആക്കി മാറ്റാൻ കഴിയുന്ന ഫോട്ടോ കാറ്റാലിറ്റിക് പദാർത്ഥം വികസിപ്പിച്ചത് ഏത് IIT ആണ്? IIT ഗുവാഹട്ടിയാണ്. ഓക്കെ, IIT ഗുവാഹട്ടിയാണിത് വികസിപ്പിക്കുന്നത്. സൂര്യപ്രകാശം ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ മെത്തനോൾ ഇന്ധനമാക്കി മാറ്റാൻ കഴിയുന്ന ഫോട്ടോ കാറ്റാലിറ്റിക് പദാർത്ഥം ആര് വികസിപ്പിച്ചു? IIT ഗുവാഹട്ടി വികസിപ്പിച്ചു. ഓക്കെ, ഇനി മയക്കുമരുന്ന് കണ്ടെത്തൽ വേഗത്തിലാക്കാനായിട്ട് ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം വികസിപ്പിച്ച പുതിയ സോഫ്റ്റ്വെയറാണ് പാത്ത് ജെന്നി എന്നാണ് ആ സോഫ്റ്റ്വെയറിൻ്റെ പേര്. എന്താണ് സോഫ്റ്റ്വെയറിൻ്റെ പേര്? പാത്ത് ജെന്നി. മയക്കുമരുന്ന് കണ്ടെത്തൽ വേഗത്തിലാക്കാനായി ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം വികസിപ്പിച്ച പുതിയ സോഫ്റ്റ്വെയറാണ് ഇത്, പാത്ത് ജെന്നി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഓക്കെ, ഇനി അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയുടെ കുറേ ശാസ്ത്രജ്ഞരെല്ലാം കൂടെ ചേർന്ന് ഉറക്ക ഡേറ്റ, മനുഷ്യൻ്റെ ഉറക്ക ഡേറ്റകൾ കളക്ട് ചെയ്ത് അതിനെ അടിസ്ഥാനമാക്കി ഒരു 100-ലധികം രോഗങ്ങൾ പ്രവചിക്കാൻ സാധിക്കുന്ന ഒരു AI മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് സ്ലീപ്പ് FM. അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ ഉറക്ക ഡേറ്റ അടിസ്ഥാനമാക്കി 100-ലധികം രോഗങ്ങൾ പ്രവചിക്കാൻ കഴിയുന്ന ഒരു AI മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണ്? സ്ലീപ്പ് FM ആണ്. ഓക്കെ, ഇനി ആപ്പിളിൻ്റെ മുൻ ഡിസൈനറായിട്ടുള്ള ജോണി ഐവുമായി സഹകരിച്ച് ഓപ്പൺ AI വികസിപ്പിക്കുന്ന സ്ക്രീൻലെസ് AI ഹാർഡ്വെയർ ഉപകരണമാണിത്. ഗം ഡ്രോപ്പ് എന്നാണ് അതിൻ്റെ പേര്. ഗം ഡ്രോപ്പ്. ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഡിഫറൻസ് അറിയാലോ. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഓപ്പൺ ഓഫീസ്, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വേർഡ്, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്, എക്സൽ, ഇങ്ങനെ പല സോഫ്റ്റ്വെയറുകളാണ്. അത് സോഫ്റ്റ്വെയർ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. പക്ഷേ കണ്ടും തൊട്ടും അറിയാൻ സാധിക്കുന്നതാണ് എന്ത്? ഹാർഡ്വെയർ എന്ന് പറയുന്നത്. നമ്മുടെ ലാപ്ടോപ്പ് ആയാലും കമ്പ്യൂട്ടർ, മൗസ്, കീബോർഡ് തുടങ്ങി നമുക്ക് തൊട്ടറിയാൻ സാധിക്കുന്ന സാധനങ്ങളൊക്കെ എന്താണ്? ഹാർഡ്വെയർ എന്ന് പറയും. അപ്പോൾ അതുപോലെ ഒരു പുതിയ ഹാർഡ്വെയർ ഇവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ആപ്പിളിൻ്റെ മുൻ ഡിസൈനറായിട്ടുള്ള ജോണി ഐവുമായി സഹകരിച്ച് ഓപ്പൺ AI വികസിപ്പിക്കുന്ന സ്ക്രീൻലെസ് AI ഹാർഡ്വെയർ ഉപകരണമാണ് എന്ത്? ഗം ഡ്രോപ്പ്. ഇതൊരു പേനയുടെ രൂപത്തിലാണ് ഇത് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് പുതിയൊരു ഹാർഡ്വെയർ ഉപകരണം. എന്താണ് ഇതിൻ്റെ പേര്? ഗം ഡ്രോപ്പ് എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നോക്കാം. ഓക്കെ, കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായി ആര്? ജസ്റ്റിസ് സൗമൻ സെൻ. ഓക്കെ, കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. ഓക്കെ, ഇനി കേരളത്തിൽ ജനുവരി 4 രജിസ്ട്രേഷൻ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിക്കുന്നു. ഓക്കെ, അപ്പോൾ രജിസ്ട്രേഷൻ ദിനം എന്നാണ്? ജനുവരി 4. ഇന്നത്തെ ചോദ്യത്തിന് വരാൻ ഇമ്പോർട്ടൻ്റ് ഉള്ള ചോദ്യമാണ്. രജിസ്ട്രേഷൻ ദിനമായിട്ട് കേരളത്തിൽ ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? ജനുവരി 4 ആണ്. ഓക്കെ, ഇനി തിരുവിതാംകൂർ രാജവംശത്തെക്കുറിച്ച് അറിയാമല്ലോ. അതിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുന്ന ആദ്യ ഡിജിറ്റൽ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കനകക്കുന്ന് കൊട്ടാരം, തിരുവനന്തപുരത്താണ്. ഓക്കെ, തിരുവിതാംകൂർ ചരിത്രം രേഖപ്പെടുത്തുന്ന ആദ്യ ഡിജിറ്റൽ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കനകക്കുന്ന് കൊട്ടാരത്തിലാണ്. ഓക്കെ, ഇനി ലെഗസി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, ആ പേര് ഓർത്തിരിക്കുക, ലെഗസി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. പാലക്കാട് മുളഞ്ഞൂരിൽ കേരളത്തിലെ ആദ്യ വനിതാ വ്യവസായ പാർക്കാണ് ഇത്, ലെഗസി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. പാലക്കാട് മുളഞ്ഞൂരിൽ കേരളത്തിലെ ആദ്യ വനിതാ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നു. അതിൻ്റെ പേരാണ് ലെഗസി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കായിക മേഖലയിലെ നേട്ടങ്ങൾ നോക്കാം. കായിക മേഖലയിലെ നേട്ടങ്ങൾ. വിരാട് കോഹ്ലി ഒരു പുതിയ നേട്ടം കൈവരിച്ചു. 624 ഇന്നിങ്സിൽ 28,000 റൺസ് എന്ന നേട്ടം സ്വന്തമാക്കി. സച്ചിൻ്റെ 647 ഇന്നിങ്സിൻ്റെ റെക്കോർഡ് തകർത്തു. അപ്പം വിരാട് കോഹ്ലി എന്ത് ചെയ്യുന്നു? 28,000 റൺസ് തികച്ചിട്ടുണ്ട്. 624 ഇന്നിങ്സിൽ നിന്നാണ് അത് നേടിയെടുത്തത്. സച്ചിൻ്റെ 644 ഇന്നിങ്സിൽ നിന്ന് 28,000 എന്നുള്ള റെക്കോർഡ് ആര് തകർത്തു? വിരാട് കോഹ്ലി തകർത്തു. ഇനി ജോ റൂട്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരങ്ങളിൽ രണ്ടാമതെത്തി. ആര്?
ജോ റൂട്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ രണ്ടാമത്തെ താരം ആരാണ് ഇനി മുതൽ? ജോ റൂട്ടാണ്. ഓക്കെ. ഇനി ബാഴ്സലോണ സ്പാനിഷ് സൂപ്പർ കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട്. റയൽ മാഡ്രിഡിനെയാണ് ഫൈനലിൽ തോൽപ്പിക്കുന്നത്. 3-2 തോൽപ്പിച്ചു. ഓക്കെ. ബാഴ്സലോണയാണ് സ്പാനിഷ് സൂപ്പർ കപ്പ് ഇപ്രാവശ്യം സ്വന്തമാക്കിയിരിക്കുന്നത്. ഓക്കെ. ശ്രദ്ധേയമായിട്ടുള്ള കുറച്ച് റെക്കോർഡുകൾ നോക്കാം. കാമ്യ കാർത്തികേയൻ, പേരോർത്തിരിക്കുക, കാമ്യ കാർത്തികേയൻ. ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് ആര്? കാമ്യ കാർത്തികേയൻ എന്ന് പറയുന്നത്. ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് ആര്? കാമ്യ കാർത്തികേയൻ. ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തി ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് ആര്? കാമ്യ കാർത്തികേയൻ എന്ന് പറയുന്നത്. ഇനി ചോൻസിങ് ആങ്മോ, എവറസ്റ്റ്, എൽബ്രൂസ്, കിളിമഞ്ചാരോ എന്നിവ കീഴടക്കുന്ന ലോകത്തിലെ ഏക കാഴ്ച പരിമിതിയുള്ള വനിത. വനിതയാണ് ആര്? ചോൻസിങ് ആങ്മോ എന്ന് പറയുന്നത്. ചോൻസിങ് ആങ്മോ. എവറസ്റ്റ്, എൽബ്രൂസ്, കിളിമഞ്ചാരോ എന്നിവ കീഴടക്കുന്ന ലോകത്തിലെ ഏക കാഴ്ച പരിമിതിയുള്ള വനിതയാണ് ആര്? ചോൻസിങ് ആങ്മോ എന്ന് പറയുന്നത്. ഇനി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു പുതിയ ഗിന്നസ് റെക്കോർഡ് അവർ നേടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ ദൂരം അവർ ബിറ്റുമിനസ് കോൺക്രീറ്റ് റോഡ് അവർ നിർമ്മിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ ദൂരം. ആന്ധ്രാപ്രദേശിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. നാഷണൽ ഹൈവേ 544G എന്ന് പറയുന്ന ആ ഒരു ഹൈവേയിലാണ് ഈ ഒരു നിർമ്മാണം നടന്നത്. നാഷണൽ ഹൈവേ 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ ദൂരം ബിറ്റുമിനസ് കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചു. ഓക്കെ. ലാസ്റ്റ് കുറച്ച് പ്രധാനപ്പെട്ട സ്ഥിതിവിവര കണക്കുകൾ നോക്കാം. അപൂർവ ധാതുക്കളിൽ അമിക്കസ് ഗ്രോത്ത് റിപ്പോർട്ട് പ്രകാരം അപൂർവ ധാതുക്കളുടെ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 3ാമത് സ്ഥാനമാണ്. ഓക്കെ, ഓർത്തിരിക്കുക. അപൂർവ ധാതുക്കൾ അമിക്സ് ഗ്രോത്ത് റിപ്പോർട്ട് പ്രകാരം അപൂർവ ധാതുക്കളുടെ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 3ാമത് സ്ഥാനമാണ്. നെക്സ്റ്റ്, അരി ഉൽപ്പാദനം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇനി മുതൽ ഇന്ത്യയാണ്. ഓക്കെ, ചൈനയെ നമ്മൾ പിന്തള്ളി. ഇനി മുതൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 1ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. ഓക്കെ. ഇനി സാവിത്രിബായി ഫൂലെയുടെ ജനുവരി 3 ജന്മവാർഷികം 194ാമത് ജന്മവാർഷികമായിരുന്നു. സാവിത്രിബായി ഫൂലെയുടെ 2026 ജനുവരി 3 അവരുടെ എത്രാമത് ജന്മവാർഷികമായിരുന്നു? 194ാമത് ജന്മവാർഷികമായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകൾ വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.